ഹലോ, 2 days മുന്നേ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു മോർണിംഗ് ഹാഫ് ആൻ അവർ സ്കിൻ കെയർ റൊട്ടീനായിരുന്നു. ഞാനത് പോസ്റ്റ് ചെയ്ത് 2 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഒരു 300-ലധികം ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ പരിപാടി ഇഷ്ടപ്പെട്ടു. കൊള്ളാലോ കളി. കാരണം ആരും നമുക്ക് സപ്പോർട്ടില്ല, കമൻ്റ് ഇല്ല, ലൈക്സ് ഇല്ല. എന്നാലും ഇവളെന്താണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയെങ്കിലും കുറച്ച് പേര് വന്ന് ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് വിടുമായിരിക്കും, എന്നാലും വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ചിന്തിച്ചു നമുക്ക് കുറച്ചുകൂടെ വീഡിയോസ് അങ്ങോട്ട് മേക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു കൂട്ടി. പക്ഷേ അപ്പോഴാണ് എനിക്ക് വളരെ വലിയൊരു സത്യം മനസ്സിലായത്. കാരണം ഇതെടുത്താൽ മാത്രം പോരല്ലോ, ഇത് എഡിറ്റ് ചെയ്യണമല്ലോ. അതിന് നല്ല ക്ഷമയും വേണം, സമയം വേണം. ഇത് രണ്ടും എനിക്ക്. പിന്നെ പൊതുവേ എനിക്ക് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാനും റീൽസ് എടുക്കാനും അതൊക്കെ സ്റ്റാറ്റസ് ഇടാനും ഒക്കെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ ഇടാനൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൊരു 1.5-2 വർഷത്തിനടുത്തായി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കുക്കറി ഷോയിലങ്ങ് പിടിച്ചു, നമ്മുടെ കുക്കിംഗ് ചാനലായിട്ട്. പക്ഷേ അതത്ര അങ്ങോട്ട് ക്ലിക്കായില്ല എന്നല്ല, കാണുന്നുണ്ട് ഇതുപോലെ. പക്ഷേ കുക്ക് ചെയ്യണം, പിന്നെ പാത്രം കഴുകണം, പിന്നെ നമ്മൾ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം. ഇതൊക്കെ ഭയങ്കര ഒരു ഹെക്ടിക് ടാസ്ക്കായിട്ട് തന്നെ എനിക്ക് തോന്നി. അപ്പം ഞാൻ പയ്യെ അതിൽ നിന്ന് മാറി. അപ്പോൾ ഇത്രയും നാൾ യൂട്യൂബ് ചാനലൊന്ന് ഉറങ്ങിക്കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെയും നമുക്കൊന്ന് തട്ടി വിളിച്ച് യൂട്യൂബ് ചാനൽ കൊണ്ട് എഴുന്നേൽപ്പിക്കാം. അങ്ങനെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് എണീറ്റിട്ടുണ്ട്. ഇത് എത്ര നാൾ ഓടുമെന്നറിയില്ല. ചിലപ്പോൾ ഞാനൊരു 2-3 ദിവസം കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും, ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും, ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതിനങ്ങനെ കണക്കൊന്നുമില്ല, എൻ്റെ സമയം പോലെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് കുറേ വീഡിയോ എടുത്തല്ലോ, എല്ലാം എഡിറ്റ് ചെയ്യാൻ പാടാണല്ലോ. അപ്പം ഇതാകുമ്പോൾ ക്യാമറ ഒരു പൊസിഷനിൽ വെച്ചാൽ മതി, തിരിക്കണ്ട, മറിക്കണ്ട, വേറെ പാടുകളൊന്നുമില്ല. എന്നാൽ പിന്നെ കുക്കിങ്ങിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഞാനങ്ങ് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ രസം ചൂസ് ചെയ്തത്. അപ്പോൾ രസമാകുമ്പോൾ നമുക്കൊരു ഒഴിച്ചേറിയായി, എനിക്ക് വലിയ പണിയില്ല. കറക്റ്റ് ഞാൻ ഈ രസം ഉണ്ടാക്കാൻ എടുത്ത ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 16 മിനിറ്റാണ്. എനിക്ക് അത്ര സമയം ഞാൻ ഇതിനെടുത്തിട്ടുള്ളൂ കറക്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതുകൊണ്ട് തന്നെ അങ്ങ് തുടങ്ങാം. അപ്പോൾ ഇതിലെനിക്ക് കുറച്ച് പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഇതിൽ ഭയങ്കര വിദഗ്ധരായ ആൾക്കാർ വന്നിട്ട് ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല, കാരണം എനിക്കിങ്ങനെ അറിയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ടൊരു രസം ഉണ്ടാക്കാം. അതിനിടയ്ക്കാണ് ഒരു അരിയാത്ത തക്കാളി ഇതിൽ വീഴുക. പിന്നെ അത് ഞാൻ വാരിയെടുത്ത് പിന്നെയും അരി പിന്നെ ആഡ് ചെയ്യുക. ഒഴിച്ച പുളിയാണെങ്കിൽ കൂടിയും പോയി. പിന്നെ അതിൽ നിന്ന് മൊത്തം തപ്പിപ്പിടിച്ച് പുളിയെല്ലാം കൂടെ വാരിയെടുത്ത് അത് വെച്ച് ഞാനൊരു ചമ്മന്തി അരച്ചത്. അത് വേറെ കാര്യം, കാരണം പുളിക്കൊക്കെ ഇപ്പം എന്നാ വില, നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് ഞാനിവിടെ രസം ഉണ്ടാക്കിയത്. എന്തായാലും ഒരു രസമായിരുന്നു. പിന്നെ സത്യം പറയാമല്ലോ, ഈ വാചകമൊക്കെ ഞാൻ അടിച്ചെങ്കിലും രസം അടിപൊളിയായിരുന്നു കേട്ടോ. സംഭവം ഞാൻ കഴിച്ചില്ല, ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഒരു കഴിച്ച ആൾ പറഞ്ഞു സംഭവം അടിപൊളിയാണെന്ന് എനിക്ക് അംഗീകരിച്ച് തന്നിട്ടുണ്ട്. ഫൈനലി നമുക്കൊരു ഷെഫ് ടച്ച് പിടിക്കാം, കാരണം കുറച്ച് മല്ലിയിലൊക്കെ ഇങ്ങനെ വിതറി നല്ല മണമൊക്കെ ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്സ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്നെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്, ഞാനവരെ ഫോഴ്സ് ചെയ്യുന്നില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.